ഹായ് ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഞാനൊരു വീഡിയോ കണ്ടു. അപ്പം നമുക്ക് വീഡിയോ ഇതെനിക്ക് ഇഷ്ടമായിട്ടാ, പക്ഷേ വീട്ടിലിരിക്കില്ല അല്ലേ. ഇതിപ്പോൾ നമ്മുടെ സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. കുട്ടികൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയൊക്കെ ഡ്രസ്സ് എടുക്കാൻ വരും. ഇവിടെ വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പാരൻസിനോട് പറയും ഇത് നന്നായിട്ടുണ്ട്, ഇഷ്ടമായി എന്നൊക്കെ പറയുമ്പോൾ അവർ പാരൻസ് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. എല്ലാവരും അല്ല കേട്ടോ, കുറേ പേര് ഇതൊന്നും ഇപ്പം ഇടണ്ട, ഇതൊക്കെ പിന്നെ കല്യാണം കഴിച്ച് പോയിട്ട് അവിടെ ചെന്നിട്ടിട്ടോ അവർ പറഞ്ഞിട്ടിട്ടോളാൻ. അതെന്താ ഉറപ്പ് കുട്ടികൾക്ക് അവർ ഇരിക്കും എന്നുള്ളത്? ഇത്രയും വളർത്തി വലുതാക്കിയ നമ്മൾക്ക് അവരുടെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അന്ന് ഇപ്പോഴത്തെ മോഡൽ തോന്നില്ല. അടിപൊളി പ്രൊമോഷൻ താത്ത, ഒരു രക്ഷയില്ലാത്ത പ്രൊമോഷൻ. അങ്ങനെ വീട്ടുകാർ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് നിങ്ങൾ അതും ഇതും ബാക്കിയുള്ള പാരൻസിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ശരിയല്ല. അപ്പോൾ കാരണം വീട്ടുകാർ അത്രയും ഷോർട്ട് ഡ്രസ്സ് ഇടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കാരണം ഉണ്ടായിരിക്കും. ഇന്നത്തെ കാലം അങ്ങനെ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു, അതുകൊണ്ടായിരിക്കും വീട്ടുകാർ അങ്ങനെ പറഞ്ഞത്. അപ്പം നിങ്ങളൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് നിങ്ങൾ ബാക്കിയുള്ള വീട്ടുകാരും പാരൻസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം കാരണം അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു കാരണം ഉണ്ടാവും, അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അതായത് വെറുതെ ഒരാളങ്ങനെ പറയുമോ? ഇല്ല. അപ്പോൾ പഴയ കാലം നല്ല കാലമൊക്കെ ഒരുപാട് മാറി. അപ്പോൾ പല പാരൻസിനും ഷോർട്ട് ഡ്രസ്സ് ഇടുന്ന ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ കാരണം പലരുടെയും നോട്ടം രീതികളും ഒരുപാട് മാറിപ്പോയിരുന്നു, അതുകൊണ്ടായിരിക്കും ഷോർട്ട് ഡ്രസ്സ് ഇടാത്തതിന്. അപ്പം നിങ്ങൾ ഒരു പ്രൊമോഷൻ ചെയ്യുകയാണെന്ന് കണ്ടാൽ പറയില്ല കേട്ടോ. പ്രൊമോഷൻ അടിപൊളി പ്രൊമോഷൻ. കാരണം ബാക്കിയുള്ള പാരൻസിനെയൊക്കെ കുറ്റപ്പെടുത്തിയ പ്രൊമോഷൻ, സൂപ്പർ പ്രൊമോഷൻ, ഒരു രക്ഷയില്ലാത്ത പ്രൊമോഷൻ. പക്ഷെ നിങ്ങളുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാവരും ഷോർട്ട് ഡ്രസ്സ് ഇടണം പറഞ്ഞ് ശരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് സെയിലാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് സെയിലാണ്. അപ്പോൾ പക്ഷെ നിങ്ങൾ ബാക്കിയുള്ള പാരൻസിനൊക്കെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഇങ്ങനെ വീട് കണ്ടപ്പോൾ നിങ്ങൾ സംസാരിക്കാൻ തോന്നി തിരക്കായ സമയത്തും ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി വന്നാണ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം.